general Vitali corollary. Let a sequence Hn be a sequence of non-negative integrable function on E. Suppose that limit n tends to infinity Hn of x equal to 0 for almost all x belongs to E. Then limit n tends to infinity integral over E Hn is equal to 0 if and only if sequence Hn is uniformly integrable and tight over E. എന്താ പറയുന്നത്? ഒന്നുമില്ല, ഒരു സീക്വൻസ് Hn ഉണ്ട്. Hn നോൺ നെഗറ്റീവ് ആണ്, ഇൻ്റഗ്രബിൾ ഫങ്ഷൻസ് ആണ്, നോൺ നെഗറ്റീവ് ആണ്, ഇൻ്റഗ്രബിൾ ആണ്. സപ്പോസ് ലിമിറ്റ് h ടെൻസ് ടു ഇൻഫിനിറ്റി Hn ഓഫ് എക്സ് ഈക്വൽ ടു 0. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി Hn, അതായത് Hn ഓഫ് എക്സുകൾ 0ലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്. Hn ഓഫ് എക്സുകൾ 0ലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ ഈ Hn എന്തായിരിക്കും? 0 ആയിരിക്കും. ഇഫ് ആൻഡ് ഓൺലി ഇഫ് എപ്പം മാത്രം Hn യൂണിഫോംലി ഇൻ്റഗ്രബിളും ടൈറ്റ് ഓവർ ഇയും ആവണം. ഓക്കെ, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ ഈ Hn എന്ന് പറയുന്നത് ബൈ ജനറൽ വിറ്റാലി കൺവേർജൻസ് തിയറം വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ എച്ച് ആയിരിക്കും. അതായത് എച്ച് എന്ന് പറഞ്ഞാൽ അത് ഏതിലേക്കാണോ കൺവേർട്ട് ചെയ്യുന്നത്, അതായത് ഇൻ്റഗ്രൽ ഓവർ ഈ 0 ആയിരിക്കും. ഇൻ്റഗ്രൽ ഓവർ ഈ 0 എന്ന് പറഞ്ഞാൽ ആരാ? 0 തന്നെയാണ്. അപ്പോൾ ഫസ്റ്റത്തെ റിസൾട്ട് എന്താണ്? ഒബ്വിയസ് ആണ്, ബൈ ജനറൽ വിറ്റാലി കൺവേർജൻസ് തിയറം. അതായത് Hn യൂണിഫോംലി ഇൻ്റഗ്രബിളും ടൈറ്റും ആണെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ ഈ Hn എന്ന് പറയുന്നത് Hn കൺവേർട്ട് ചെയ്യുന്ന പോയിന്റിൻ്റെ ഇൻ്റഗ്രലാണ്. അതായത് ഇൻ്റഗ്രൽ ഓവർ ഈ 0 ആണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ക്ലിയർ ആണ്. പ്രൂഫിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ Hn ഇൻ്റഗ്രലും എച്ചിലേക്ക്, അതായത് H0 ആണ്, എച്ചിലേക്ക് കൺവേർജൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ വിറ്റാലി തിയറം ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ ഈ Hn ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ എച്ച് എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 0 ആണ്. ദറ്റ് ഈസ് ഇൻ്റഗ്രൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ ഈ Hn എന്ത് കിട്ടി? നമുക്ക് 0 എന്ന് കിട്ടി. ഇനി കോൺവേഴ്സ് പാർട്ട്, അതായത് കോൺവേഴ്സ്ലി എന്താണ്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ Hn ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് കാണിക്കണം? സീക്വൻസ് Hn യൂണിഫോംലി ഇൻ്റഗ്രബിൾ ആണെന്നും കാണിക്കണം, ആൻഡ് ഇറ്റ് ഈസ് ടൈറ്റ് ഓവർ ഇ ആണെന്നും കാണിക്കണം. അപ്പോൾ കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ ഈ Hn ഇസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുക്കുക. ഫസ്റ്റ് പ്രൂവ് ദാറ്റ് സീക്വൻസ് Hn ഇസ് യൂണിഫോംലി ഇൻ്റഗ്രബിൾ ഓവർ ഇ. സീക്വൻസ് Hn എന്താണ്? യൂണിഫോംലി ഇൻ്റഗ്രബിൾ ആണെന്നാണ് ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. നമുക്ക് എന്താ ഉള്ളത് കയ്യിൽ? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ ഈ Hn ഇസ് ഈക്വൽ ടു 0 എന്നുണ്ട്. അതിൻ്റെ അർത്ഥം ബൈ ലിമിറ്റിൻ്റെ ഡെഫിനേഷൻ നമുക്കറിയാം ഇൻ്റഗ്രൽ ഓവർ ഈ Hn സം ലെസ് ദാൻ എപ്സിലോൺ എന്ന് എഴുതാൻ പറ്റും ഫോർ എവറി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n. അതായത് ആഫ്റ്റർ എ പോയിന്റ് n ലിമിറ്റുകൾ ഇൻ്റഗ്രൽ ഓവർ ഈ Hn എന്താണ്? Hn ആഫ്റ്റർ n അടുത്തടുത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ 0ലേക്ക് പോകുന്ന എല്ലാം സെയിം ആണെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തിട്ട് ഇൻ്റഗ്രൽ ഓവർ ഈ Hn ലെസ് ദാൻ എപ്സിലോൺ എന്നുള്ളത് നമ്മൾ സപ്പോസ് ചെയ്തു. ഇനി നമുക്ക് കാണിക്കേണ്ടത് Hn സീക്വൻസ് Hn യൂണിഫോംലി ഇൻ്റഗ്രബിൾ ആണെന്നാണ്. ആൻഡ് എ സബ്സെറ്റ് ഓഫ് ഇഫ് എ സബ്സെറ്റ് ഓഫ് ഇ ഇസ് എനി മെഷറബിൾ സെറ്റ്. Hn ഗ്രേറ്റർ ദാൻ 0 ആണ്. നമ്മൾ നോൺ നെഗറ്റീവ് മെഷറബിൾ ഫങ്ഷൻസ് ആണ് എടുത്തത്. We have integral over a Hn less than or equal to integral over e Hn less than epsilon for all n greater than or equal to n. a subset of v ആയതുകൊണ്ട് അതിൻ്റെ ഇൻ്റഗ്രൽ എന്തായിരിക്കും? ലെസ് ദാൻ ആയിരിക്കും. Hn ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ നൗ കൺസിഡർ ദ ഫൈനൈറ്റ് കളക്ഷൻ. കൺസിഡർ h1 h2 എക്സെട്ര hn-1 ഓഫ് ഇൻ്റഗ്രബിൾ ഫങ്ഷൻസ് ഓൺ ഇ. അപ്പോൾ നമ്മളൊരു ഫൈനൈറ്റ് കളക്ഷൻ എടുത്തു, Hn ഒരു ഫൈനൈറ്റ് കളക്ഷൻ എടുത്തു, h1 h2 h3 എന്ന് പറഞ്ഞിട്ട്. ആൻഡ് പ്രൊപ്പോസിഷൻ 24 എന്തായിരുന്നു പറഞ്ഞത്? ഒരു ഫൈനൈറ്റ് കളക്ഷൻ Fnകൾ ഈച്ച് Fn ഇൻ്റഗ്രബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയായിരുന്നു? Fn യൂണിഫോംലി ഇൻ്റഗ്രബിൾ ആണെന്ന് പറയായിരുന്നു. അപ്പോൾ നമ്മളിവിടെ h1 h2 h3 എക്സെട്ര Hn ഓഫ് ഇൻ്റഗ്രബിൾ ഫങ്ഷൻസ് ഓൺ ഇനെ കൺസിഡർ ചെയ്തു. ദെൻ ബൈ പ്രൊപ്പോസിഷൻ ദ കളക്ഷൻ ഇസ് യൂണിഫോംലി ഇൻ്റഗ്രബിൾ ഓവർ ഇ ആണെന്ന് പറയാം. നൗ ദർ എക്സിസ്റ്റ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ഇഫ് എ സബ്സെറ്റ് ഓഫ് ഇ വിത്ത്, അതായത് യൂണിഫോം ഇൻ്റഗ്രബിലിറ്റിൻ്റെ ഡെഫിനേഷൻ അപ്ലൈ ആണ്, മെഷർ ഓഫ് എ ലെസ് ദാൻ ഡെൽറ്റ, ദെൻ ഇൻ്റഗ്രൽ ഓവർ എ Hn ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n ഈസ് ഈക്വൽ ടു 1 2 എക്സെട്ര n-1. ഓക്കെ, ഇൻ്റഗ്രൽ ഓവർ എ Hn ലെസ് ദാൻ എപ്സിലോൺ എന്തിന്? ഫോർ ഓൾ n ഗ്രേറ്റർ n ഈസ് ഈക്വൽ ടു 1 2. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ഇൻ്റഗ്രൽ ഓവർ
എച്ച് എൻ ലെസ് ദാൻ എപ്സിലോൺ ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഈ ഫോർ n is equal to 1 to n-1 വരെയും ഇൻ്റഗ്രൽ ഓവർ എ എച്ച് എൻ എന്താണെന്ന് പറഞ്ഞു, ലെസ് ദാൻ എപ്സിലോൺ ആണെന്ന് പറഞ്ഞു. ബൈ 2 and 3 നമുക്ക് പറയാം ഇൻ്റഗ്രൽ ഓവർ എ എച്ച് എൻ ഇസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n പറയാം. ഓക്കെ, ഡെഫിനിഷൻ നമുക്ക് എന്ത് കിട്ടി? ഹെൻസ് സീക്വൻസ് എച്ച് എൻ എസ് യൂണിഫോംലി ഇൻ്റഗ്രബിൾ ഓവർ ഇ ആണെന്ന് കിട്ടി. അതായത് ബൈ 2 and 4 നമുക്ക് എന്ത് കിട്ടി? സീക്വൻസ് എച്ച് എൻ യൂണിഫോംലി ഇൻ്റഗ്രബിൾ ആണെന്ന് കിട്ടി. നൗ നെക്സ്റ്റ് നമുക്ക് കാണിക്കേണ്ടത് സീക്വൻസ് എച്ച് എൻ ടൈറ്റ് ഓവർ ഇ ആണെന്നാണ് കാണിക്കേണ്ടത്. ഓക്കെ, സീക്വൻസ് എച്ച് എൻ ടൈറ്റ് ഓവർ ഇ. ടൈറ്റ് ഓവർ ഇന്ന് കാണിക്കാൻ എന്താ കാണിക്കേണ്ടത്? ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് ഇ നോട്ട് എച്ച് എൻ ലെസ് ദാൻ എപ്സിലോൺ എന്ന് കാണിച്ചാൽ മതി. അപ്പം നമ്മൾ ആദ്യം ഇ നോട്ടിനെ ചൂസ് ചെയ്യണം. അപ്പം എങ്ങനെയാണ് പോകുന്നത് നോക്കാം. ബൈ വൺ എന്തായിരുന്നു? ബൈ 1 ഇൻ്റഗ്രൽ ഓവർ ഇ എച്ച് എൻ ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ആണ്. ഓക്കെ, ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ integral over e hn less than epsilon. Consider finite collection h1 h2 etc hn minus 1 of integrable function. Since each function in this family is integrable, നമുക്ക് പറയാൻ പറ്റും ഈച്ച് ഫംഗ്ഷനും ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് ബൈ പ്രൊപ്പോസിഷൻ 1 എന്തായിരുന്നു? ഇൻ്റഗ്രബിൾ ആണെങ്കിൽ നമുക്കൊരു ഇ നോട്ട് ഉണ്ടായിരിക്കും. such that integral over e minus e naught എച്ച് എൻ ലെസ് ദാൻ എപ്സിലോൺ. അപ്പോൾ ഈച്ച് എന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്തെടുക്കുകയാണ്? ഇ എന്നിനെ, ഇ നോട്ടിന് പകരം ഇ എന്നുകൾ എടുക്കുകയാണ്. സച്ച് ദാറ്റ് ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് ഇ എൻ എച്ച് എൻ എന്തായിരിക്കും? ലെസ് ദാൻ എപ്സിലോൺ എന്ന് എടുത്തു. എന്നിട്ട് നമ്മൾ പുട്ട് ഇ നോട്ട് ഇസ് ഈക്വൽ ടു ഇ വൺ യൂണിയൻ ഇ ടു യൂണിയൻ എക്സെട്ര ഇ എൻ മൈനസ് 1. ദെൻ ഇ നോട്ട് സബ്സെറ്റ് ഓഫ് ഇ ആയിരിക്കും. ആൻഡ് മെഷർ ഓഫ് ഇ നോട്ട് എന്തായിരിക്കണോ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ എൻ ഇസ് ഈക്വൽ ടു 1 to n-1 മെഷർ ഓഫ് ഇ എൻ ലെസ് ദാൻ എന്തായാലും ഇൻഫിനിറ്റി ആയിരിക്കും. ഈ എല്ലാം ഫൈനൈറ്റ് മെഷറുള്ള ആൾക്കാരാണ് നമ്മളെടുത്തത്. ആൻഡ് ഓൾസോ എന്തുവാണ് ഇതിൻ്റെ സമ്മേഷൻ? അപ്പോൾ എന്തായാലും എന്ത് വരുള്ളൂ? ഫൈനൈറ്റേ വരുള്ളൂ. ഈ എന്നുകളൊക്കെ ഫൈനൈറ്റാണ്, അപ്പോൾ അതിൻ്റെ സമ്മും ഫൈനൈറ്റേ വരുള്ളൂ. ഓൾസോ നമുക്കറിയാം ഇ മൈനസ് ഇ നോട്ട് എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ഇ മൈനസ് ഇ എൻ ആയിരിക്കും. അതായത് ഇ എന്നുകളുടെ ഇ നോട്ടിൻ്റെ അകത്താണ് ഇ എന്നുകൾ ഉള്ളത് അല്ലേ. അപ്പം ഇ എൻ എ ആയിരിക്കും ചെറുത് ഇ നോട്ടിനേക്കാളും. ഇ നോട്ട് എന്ന് പറയുന്നതാണ് വലുത്. അങ്ങനെയാണെങ്കിൽ ഇ മൈനസ് ഇ നോട്ട് ആരുടെ സബ്സെറ്റ് ആയിരിക്കും? ഇ നോട്ട് വലിയ ആളായതുകൊണ്ട് ഇ മൈനസ് ഇ നോട്ട് വിൽ ബി സബ്സെറ്റ് ഓഫ് ഇ മൈനസ് ഇ എൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് ഇ നോട്ട് എച്ച് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് ഇ എൻ എച്ച് എൻ എന്ന് പറയാം. ഓക്കെ, എച്ച് എൻ എന്നെടുത്തു. വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വിച്ച് ഇസ് ലെസ് ദാൻ എപ്സിലോൺ. ഇത് എവിടെ നിന്ന് വന്നതാ? നമ്മൾ ഓൾറെഡി നേരത്തെ തൊട്ട് മുന്നേ നമ്മളുടെ ടൈറ്റ്നെസ്, അതായത് ഈ എച്ച് എന്നുകളും ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് നമ്മൾ ടൈറ്റ്നെസ്സിൻ്റെ നിന്ന് വന്നതാണ്. അതായത് ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് ഇ നോട്ട് എച്ച് എൻ എന്ന് നമുക്ക് എന്താണെന്ന് കിട്ടി? ലെസ് ദാൻ എപ്സിലോൺ ആണെന്ന് കിട്ടി. ഓക്കെ, ബൈ 1 എന്തായിരുന്നു? 1 ബൈ 1 ഇൻ്റഗ്രൽ ഓവർ ഇ എച്ച് എൻ ലെസ് ദാൻ എപ്സിലോൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് ഇ നോട്ട് എച്ച് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ എച്ച് എൻ ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടി. അതായത് ഇൻ്റഗ്രൽ ബൈ 6 and 7 നമുക്ക് എന്ത് കിട്ടിയടോ? ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് ഇ നോട്ട് എച്ച് എൻ ലെസ് ദാൻ എപ്സിലോൺ ആണെന്ന് കിട്ടി. അതായത് നമുക്ക് കിട്ടേണ്ടത് അതാണ് ഡെഫിനേഷൻ എന്തിൻ്റെ? ടൈറ്റ്നെസ്സിൻ്റെ. സോ സീക്വൻസ് എച്ച് എൻ ഇസ് ടൈറ്റ് ഓവർ ഇ. ഓക്കെ, അത്രയേ ഉള്ളൂ.